നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കീറാണ്. സോ ഇതിന് ഓൾറെഡി ഞാൻ ഇവിടെ പാനിൽ ഗീ ഒഴിച്ചിട്ട് സേമിയ ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തു. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നിടത്തോളം ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അതിന് ഇത് ഓൾമോസ്റ്റ് റെഡിയാണ്. ഇപ്പം ഞാൻ പാത്രത്തിലോട്ട് മാറ്റുക. സെയിം പാനിലോട്ട് നമ്മൾ ഇച്ചിരിയും കൂടി ഗീ ഒഴിക്കണം. അതായത് 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക പാനിലോട്ട്. എന്നിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ബാദാം, ഗോഡമ്പി, മുന്തിരിങ്ങ, നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഞാനൊന്ന് ബാദാമൊക്കെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിനൊക്കെ ഞാനൊന്ന് പാനിലോട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് നല്ലോണം റോസ്റ്റായി വരണം. ഇതിനെ ഇപ്പം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. സെയിം പാനിലോട്ട് വീണ്ടും ഞാൻ ഗീ ഒഴിക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. അത് പാന് മൊത്തം സ്പ്രെഡ് ആവുമല്ലോ. അതിൻ്റെ ശേഷം നമ്മൾ ഇതിലോട്ട് ഫാറ്റ് മിൽക്ക് 3 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗീ എന്തിനാ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ പാത്രത്തിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗീ ആദ്യം ഒഴിക്കുന്നത് പാനിലോട്ട്. സോ നമ്മളിവിടെ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. 3 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. സോ ഇതൊന്ന് നല്ലോണം ബോയിലായി വരണം. അപ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ഏലക്കയും പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് അതിനെ പൊടിച്ചെടുക്കുക. പൊടിച്ച ഏലക്കയും പഞ്ചസാരയും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്, പാലിലോട്ട്. അത് ഒന്നര സ്പൂൺ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് നല്ലോണം ബോയിലായി വരണം കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ കേസരി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പാല് ബോയിലായി വരുമ്പോൾ തന്നെ കേസരി ഇട്ടാൽ അതിൻ്റെ കളറൊന്ന് മാറുമല്ലോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ ഇടുന്നത്. തന്നെ ഇച്ചിരി കളർ മാറിയിട്ടുണ്ട്. ലൈറ്റ് യെല്ലോ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. കേസറിൻ്റെ കളറും ഇതായിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളത്ത് ഒരു 20 മിനിറ്റ്സ് ഒന്ന് അരി നനച്ചിട്ടായിരുന്നു, വെള്ളത്തിട്ട് വെച്ചായിരുന്നു. അതിനെ ഞാനൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കുന്നു മിക്സിയിലിട്ട് ചെറുതായിട്ട്. ഇത് ഇപ്പോൾ ഫുള്ളായിട്ടുള്ള റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനതിനെ ഇച്ചിരി പൊടിച്ചെടുക്കുന്നു. ഒത്തിരി തിന്നാക്കരുത്, പൊടിയായിട്ട് ഉണ്ടാവണേ. ഇത് മതിയാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. സോ ഈ രീതി വേണം. അതൊരു ഇച്ചിരി കട്ടി കൂടാനും ഇത് ഹെൽപ്പ് ചെയ്യും, പിന്നെ ടേസ്റ്റും കിട്ടും. ഇത് അരി ബോയിൽ ചെയ്യാത്തതുകൊണ്ട് ഈ പാലിൽ തന്നെ ഈ അരി നല്ലോണം ബോയിലായി വരണം.
നല്ല വെന്തിട്ട് വരണം. സോ അത്ര നേരം നമ്മൾ ഈ മിൽക്ക് നല്ലോണം ബോയിൽ ചെയ്തിട്ടുണ്ടാവണം. ഇത് ഏകദേശം ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഇതായിരിക്കും ഇനി കിട്ടുക നമുക്ക് പായസം. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സൊക്കെ എടുത്ത് ഇതിലോട്ട് ഇടുക. എന്നിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇച്ചിരി കൂടി കേസർ ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളിൽ പഞ്ചസാര ഞാൻ ഇതിലോട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കളർ ഓൾറെഡി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലോട്ട് സെമിയ റോസ്റ്റ് ചെയ്ത് വെച്ച സെമിയ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. നല്ല മണമാണ് ഇപ്പോൾ വരുന്നത്. ഗീയൊക്കെ നമ്മൾ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ഇതിലോട്ട്. നല്ല സ്മെല്ലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി തിക്കായി നിങ്ങൾക്ക് തോന്നണം. ഇതെന്ന് വെച്ചാൽ ഇത് തണുത്ത് പോകുമ്പോൾ പിന്നെയും തിക്കായി പോവും. അതുകൊണ്ട് പിന്നെ ഞാനിത് ഇച്ചിരി റോസ്റ്റ് ചെയ്ത് വെച്ച ഇതൊക്കെ ഞാനൊന്ന് പൊടിച്ചെടുത്തായിരുന്നു, ബദാമൊക്കെ. ജസ്റ്റ് ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചെടുത്തത്. അപ്പം അതൊന്ന് ഇട്ട് കൊടുക്കുന്നു. നല്ല മണമാണ് ഗീയും. പിന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക് ഇച്ചിരി ക്രീമി ആയിട്ട് ഉണ്ട്. റൈസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പാല് നല്ലോണം ബോയിൽ ചെയ്തുകൊണ്ടാണ് ഇത്തിരി നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ. നിങ്ങൾക്ക് സ്വീറ്റ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് ഡെക്കറേഷന് വേണ്ടി ഞാൻ ഇച്ചിരി ഒന്ന് കേസരി ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.